അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയതിൻ്റെയൊക്കെയാണ് കേട്ടോ. തൃശ്ശൂരത്തെ ഒരു കറക്കമാണേ. നമ്മൾ ഒരു ദിവസം കൊണ്ട് 2-3 അമ്പലങ്ങളിലൊക്കെ പോയി ആ ഒരു കറക്കത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ടൈമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ കയറുന്നത് കേട്ടോ. ഇങ്ങനെ കാണും, ഫോട്ടോ എടുക്കും ഫ്രണ്ടിൽ വെച്ചതല്ലാതെ ഉള്ളിലേക്ക് ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. പിന്നെ സമയക്കുറവ് മൂലം നമ്മൾ പെട്ടെന്ന് തൊഴുതൊക്കെ ഇറങ്ങി. ഇവിടെ തൊഴാൻ തന്നെ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. നമ്മൾക്കും എല്ലാം അവിടെയൊന്നും പോയി തൊഴാനൊന്നും പറ്റിയില്ല. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് വേറെ അമ്പലങ്ങളിൽ പോവാണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നട അടയ്ക്കണ ടൈമൊക്കെ നോക്കിയൊക്കെ നമ്മൾ വേഗം ഓരോ സ്ഥലത്തും തൊഴുതിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വീഡിയോ ഉണ്ട്. ഇവിടുത്തെ വടക്കുംനാഥ അമ്പലം ഒരു അടിപൊളി, എന്താ പറയുക, നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ നടക്കാൻ നിറയെ ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈം എടുത്തിട്ടൊക്കെ എല്ലാവരും പോവാൻ നോക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റ് തൊഴേണ്ടത് എവിടെയാണ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ തൊഴാൻ പോകുന്നതിനൊക്കെ മുമ്പ് അറിയാനായിട്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടൊക്കെ പോവുക. എല്ലാ അമ്പലങ്ങളിലും പോലെയല്ല ഇവിടെ അടിപൊളി ഒരു അന്തരീക്ഷമാണ്. അതുപോലെ കുറേ നടന്ന് ഇങ്ങനെ നമുക്ക് തൊഴാൻ കുറേ അമ്പലങ്ങളും ഉണ്ട്, കുറേ പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പോയി തൊഴണം. അതുപോലെ ഒരു ഋഷഭൻ്റെ അവിടെ തോന്നുന്നുണ്ട്, നമ്മൾ കൈ കൊട്ടിയിട്ടൊക്കെയാണ് അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടതൊക്കെ. നമ്മൾ അവിടെ വന്നു എന്ന് അറിയിക്കുകയാണ് ആ ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും വടക്കുംനാഥനിൽ പോയി തൊഴാമ്പോൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഞങ്ങൾ പോയി കണ്ട ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് തിരുവള്ളക്കാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ. അത് തൃശ്ശൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്ററൊക്കെ ഉണ്ട്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലായിട്ടാണ് വരുന്നത്. നമുക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിലും പോകണമായിരുന്നു. പിന്നെ കുറേ കാലമായി തിരുവള്ളക്കാവിൽ പോകണമെന്നും പറഞ്ഞിട്ട് കുറേ നാളായി ഇങ്ങനെ ആഗ്രഹിക്കണം. പക്ഷെ ഇതുവരെ പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ 2-3 അമ്പലങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ തൃശ്ശൂർക്ക് വിട്ടത്. പിന്നെ ഞങ്ങളുടെ കൂടെ എൻ്റെ അച്ഛനും ഉണ്ട്. അപ്പോൾ അച്ഛനും ഞങ്ങളും മക്കളും കൂടിയിട്ടാണ് കേട്ടോ വന്നത് തൃശ്ശൂർക്ക്. ഇതാ ഞങ്ങൾ തിരുവള്ളക്കാവ് എത്താറായി. അപ്പോൾ ഇതാ അതിൻ്റെ മുമ്പിൽ ഇതങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ശ്രീ തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് ബോർഡുണ്ട്. ആ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്ന ആ എൻഡിലാണ് അമ്പലം വരുന്നത്. ഇതാണ് അമ്പലം. അപ്പോൾ ഈ അമ്പലം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ ബുദ്ധിക്കും വിദ്യയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തൽ അങ്ങനെയൊക്കെയാണ് ഈ അമ്പലം പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നത്. നമ്മുടെ നവരാത്രി സമയത്താണ് ഇവിടെ ഭയങ്കര തിരക്കും ആഘോഷങ്ങളും അങ്ങനെ എല്ലാം വരുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ എഴുത്തിനിരുത്തണ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ നല്ലൊരു കാര്യമാണ്. ഇവിടെ പിന്നെ സരസ്വതി ഉണ്ട്, ഗണപതി ഉണ്ട്, അതുപോലെ ശ്രീധർമ്മ ശാസ്താവാണ് മെയിനായിട്ടുള്ളത്. മൂകാംബികയിലൊക്കെ പോലെ തന്നെ ഇവിടെ നല്ല പ്രസിദ്ധി ആർജിച്ച ഒരു അമ്പലമാണ്. എഴുത്തിനിരുത്തലും കുട്ടികളുടെ വിദ്യയ്ക്ക് വേണ്ടിയിട്ടും ബുദ്ധിക്കും ഓർമ്മശക്തിയൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ റെസീറ്റൊക്കെ ആക്കി എന്നിട്ട് ഇങ്ങനെ കുട്ടികളെ ഇരുത്തിയിട്ട് അവർ തന്നെ കൈ പിടിച്ച് എഴുതിക്കുക ചെയ്യുന്നത്. മലയാളം അക്ഷരങ്ങളാണ് ഈ പറഞ്ഞിങ്ങനെ എഴുതുന്നത്. ഫസ്റ്റ് നാവിൽ സ്വർണ്ണമോതിരം വെച്ച് എഴുതുന്നുണ്ട്. അതിന് ശേഷം കൈ പിടിച്ചതായി ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചിട്ടൊക്കെ എഴുതുകയാണ് ചെയ്യുന്നത്. എഴുതൽ കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഒരു കവറിലാക്കിയിട്ട് ഈ അരിയും കുറച്ച് തരുന്നുണ്ട്. ഇനി ഈ അരി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കുക. അതിന് ശേഷം ഈ അരി വേറൊരു അരി കൂടെ കൂടിയിട്ട് പായസമൊക്കെ വെച്ച് കഴിക്കാനാണ് ഇവർ പറയുന്നത്. അതുപോലെ ഇവിടെ ഓർമ്മശക്തിക്കൊക്കെ ആയിട്ട് നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ ആ നെയ്യൊക്കെ കഴിച്ചാലും നല്ല ബുദ്ധിയും ഓർമ്മയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തൊഴുകലും എഴുത്തിനിരുത്തൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇറങ്ങിയിട്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കൊടുങ്ങല്ലൂർക്കാണ്. കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടുത്തെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം കുട്ടികൾ ഇങ്ങനെ പറയാൻ തുടങ്ങി നമുക്ക് എവിടെയെങ്കിലും വല്ല ബീച്ചിലോ അങ്ങനെയൊക്കെ പോകാമെന്ന്. അപ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ ശരി ഇവിടെ അടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സ്നേഹതീരം എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോയി. അപ്പോൾ അവിടെയും കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പോയ സമയത്ത് ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ പിള്ളേരെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല. അല്ലെങ്കിലും കടലൊക്കെ എനിക്ക് പേടിയാണ്. ജസ്റ്റ് കൈയൊക്കെ പിടിച്ച് ബാക്കിൽ നിൽക്കാനേ ഇഷ്ടമുള്ളൂ. നമ്മളെപ്പോഴാണ് ഈ തിരമാല എങ്ങനെ വരികയെന്ന് അറിയില്ലല്ലോ. കുട്ടികൾക്കത് അറിയില്ല. അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ചേട്ടൻ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ കളിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമ്മൾ എവിടെയും സ്പെൻഡ് ചെയ്തു കേട്ടോ. സ്നേഹതീരത്ത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ബീച്ച്, ഇങ്ങനെ ഈ കടൽ കാണാം, വെള്ളം കാണാം, അത്രയേ ഉള്ളൂ. നമ്മൾ പോകുമ്പോഴേക്കും എല്ലാം തുടങ്ങണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി പോവാം, കുട്ടികൾ പറഞ്ഞതല്ലേ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് പോയി തിരിച്ചു വന്നു കേട്ടോ.
അപ്പോൾ ഈ കറക്കം കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും കുറേ നേരം വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിച്ചു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കയറാൻ പറഞ്ഞിട്ടിപ്പോൾ ഒന്നും കേട്ടില്ല. അങ്ങനെ കുറേ സമയം അവിടെ തന്നെ പോയി. പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത്. ഇടയ്ക്ക് വരുന്ന വഴി ഇങ്ങനെ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെയൊക്കെ പോയ സമയത്ത് അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഓരോ മഴയൊക്കെ വന്നു. പിന്നെ അങ്ങനെ വലിയ മഴയില്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി ഭയങ്കര കളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരട്ടെ. ഇത് നമ്മുടെ വടക്കേ സ്റ്റാൻഡിലുള്ള ആ പുതിയ ബ്രിഡ്ജ് വന്നതാണ് കേട്ടോ. മൊത്തത്തിൽ നല്ല റൗണ്ടിലുള്ള ആ പാലം. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും തൃശ്ശൂർക്കാർക്കൊക്കെ അടിപൊളിയായിട്ടോ. രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.